നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ഒരു എഡ്യൂക്കേഷൻ തന്നെയാണ്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ എഡ്യൂക്കേഷൻ എങ്ങോട്ടാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്? രാമായണത്തില് ഭഗവാൻ ശ്രീരാമൻ രാവണനെ നിഗ്രഹിക്കുന്ന ഒരു സീനുണ്ട്. ഇപ്പൊ ഭഗവാൻ ശ്രീരാമൻ ആദ്യം രാവണന്റെ ഓരോരോ തലകൾ എടുത്തു കളയാൻ ശ്രമിക്കുകയാണ്. ഓരോ തല എടുത്തു കളയുമ്പോൾ അവിടെ വേറെ തല പ്രത്യക്ഷപ്പെടുന്നു. ഒടുക്കം വിഭീഷണൻ, രാവണന്റെ അനുജൻ വിഭീഷണൻ എന്ന് പറയാണ്, അദ്ദേഹത്തിന്റെ അബ്ഡമനില് വയറിൽ ഒരു അമൃത കുംഭമുണ്ട്, അത് തകർത്താലേ അദ്ദേഹം മരിക്കുള്ളൂ. അപ്പൊ അസ്ത്രം അയച്ചിട്ട് അമൃത കുംഭം നശിക്കുമ്പോഴാണ് രാവണൻ മരിക്കുന്നത്. ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ മോഡേൺ മെഡിസിൻ ഇപ്പൊ ക്രമേണ കണ്ടെത്തുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ കാരണം വയറ്റിലാണെന്നാണ്. ഗട്ട് ബ്രെയിൻ ആക്സസ്, നമ്മുടെ ഗട്ടിലുള്ള ബാക്ടീരിയയും അവിടെ ഉണ്ടാവുന്ന സംഭവങ്ങളും തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു, സാരമായി ബാധിക്കുന്നു. ഒരു കുട്ടിയുടെ വളർച്ചയും ബോധവും ആരോഗ്യവും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് വയറിലാണ്. നേച്ചുറോപ്പതി ഇത് കുറെ കാലമായിട്ട് പറയുന്നതാണ്. ഭക്ഷണമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ആയുർവേദത്തില് ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ വയറ് ശരിയാക്കാൻ പറയും. അപ്പൊ നമ്മുടെ ജീവിതങ്ങള് വയറിൽ ഡിപ്പെൻഡ് ആണ്. ഇപ്പൊ ഗട്ട് ഐ ആക്സസ് വന്നത്, കണ്ണും അസുഖങ്ങളും വയറ് കൊണ്ടാണ്. പല അസുഖങ്ങളും കണ്ണിൻ്റെത് വരുന്നത് വയറ് കൊണ്ടാന്നാണ് ഇപ്പൊ പറയുന്നത്. എൻഡോക്രൈൻ അസുഖങ്ങൾ വയറ് കൊണ്ടാണ് വരുന്നത്. പിന്നെ ഈ ന്യൂറോളജി എല്ലാം അങ്ങനെ തന്നെ വരും. അപ്പൊ നമ്മള് അത്രത്തോളം വയറിൽ ഡിപ്പെൻഡന്റ് ആയി എന്നാണ് ഇത് കാണിക്കുന്നത്. നമ്മുടെ സ്പിരിച്വൽ ലിറ്ററേച്ചറിൽ ചക്രങ്ങൾ നോക്കുകയാണെങ്കിൽ വയറിന്റെ ഇവിടെ മണിപൂര ചക്രം എന്ന് പറയും. അവിടെ നിന്നാണ് നമ്മൾ ഹാർട്ട് ചക്രയിലേക്ക് കടക്കുന്നത്. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി ഇരിക്കുന്നത് ഇവിടെയാണ് എന്നാണ് പറയുന്നത്. നമുക്ക് ഇറിറ്റേഷൻ വരും, ഇവിടെയാണ് വേദനിക്കുക, നെഞ്ചരിച്ചിട്ടുണ്ടാവും. എല്ലാം വയറിലാണ്. ആസിഡ് ഉൽപാദനം കൂടും.
ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവും. ടെൻഷൻ ആകുമ്പോൾ വയറ്റിൽ നിന്ന് ഇളകി പോകും. ഇപ്പൊ ഇവിടെ വയറിൽ നമ്മൾ വളരെയധികം കണക്റ്റഡ് ആണ്. ശങ്കരാചാര്യര് ഭജഗോവിന്ദത്തിൽ പറയുന്നുണ്ട്, ഉദരനിമിത്തം ബഹുകൃതവേഷം ജട്ടിലീ മുണ്ടി ലുഞ്ചിത കേശ കാഷായാംബര ബഹുകൃതവേഷ പശ്യന്നഭിജ പശ്യതി മൂഢ ഉദരനിമിത്തം ബഹുകൃതവേഷം. സന്യാസി ആവാം, ഡോക്ടർ ആവാം, ഭരണാധികാരി ആവാം, ആര് വേണമെങ്കിലും ആവാം, ധർമ്മക്കാരനാവാം. പക്ഷെ എല്ലാവരും ജീവിക്കുന്നത് അവരെ വയറിന് അരച്ചായൻ വയറിന് വേണ്ടിയിട്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അവിടെ നിന്നും നമ്മൾ ഹാർട്ട് ബ്രെയിൻ ആക്സസിലേക്ക് മാറേണ്ട ആവശ്യമുണ്ട്. ഹൃദയം നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന ഒരു തരത്തിലേക്ക് മാറേണ്ട ആവശ്യമുണ്ട്. ഹാർട്ട് സെന്റേർഡ് അപ്രോച്ച്, അതാണ് ഹാർട്ട് പ്ലസ്. ഇപ്പൊ സഹജമാർഗത്തില് ഇൻട്രൊഡക്ടറി സിറ്റിംഗ്സ് ലഭിക്കുമ്പോൾ തന്നെ നമ്മുടെ സോള് ലക്ഷ്യത്തിലേക്ക് തിരിയുന്നു. ലക്ഷ്യം എപ്പോഴും മുകളിലാണ് കാണിക്കുന്നത്, സെന്ററൊക്കെ ഇവിടെയാണ്. ഭഗവത്ഗീതയില് ഉത്തരദിശ, ഉത്തരായണം, നമ്മൾ ഉത്തരായണം എന്ന് പറഞ്ഞാൽ പുറത്തുള്ള സംഭവങ്ങളായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഹിമാലയത്തിലേക്ക് പോകും, നോർത്തിലേക്ക് പോവുക. യഥാർത്ഥത്തിൽ നോർത്ത് എന്ന് പറഞ്ഞാൽ ഉയരുക എന്നാണ് അർത്ഥം, മുകളിലേക്ക് പോവുക എന്നതാണ്. ആത്മാവിനെ ശരിക്കും മുകളിലേക്ക് തിരിക്കുകയാണ്. അതാണ് ഹാർട്ട് സെന്റേഡ്. അപ്പോൾ നമ്മളൊരു ട്രാൻസിഷൻ നടത്തുക, വയറുന്നു ഹൃദയത്തിലേക്ക് ട്രാൻസിഷൻ നടത്തുക. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ഭക്ഷണം കഴിക്കണം, പക്ഷെ ഭക്ഷണമല്ല നമ്മളെ ജീവിപ്പിക്കുന്നത്. മനുഷ്യനെ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. മറ്റുള്ള ജീവജാലങ്ങൾക്ക് അതറിയില്ല, ഭക്ഷണം കഴിച്ചാലേ ജീവിക്കുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. നമുക്കറിയാം ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം ജീവിക്കില്ല, ജീവൻ വേണം. ജീവനാണ് ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത്. ആം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹം ആശ്രിത പ്രാണാപാന പനാ സമായുക്ത പചാമ്യന്നം ചതുർവിധം. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, ഞാനാണ് വൈശ്വാനരൻ, ആത്മൻ. അപ്പൊ അതില്ലെങ്കിൽ ഇതൊന്നും ദഹിക്കില്ല. അപ്പൊ പ്രധാനപ്പെട്ട കാര്യം ഹൃദയത്തിലൂടെയാണ് സംഭവിക്കുന്നത്. ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെന്റർ, ഫിസിക്കലായിട്ട് അതിന്റെ ഒരു എക്സ്പ്രഷനാണ്. അപ്പൊ നമ്മുടെ ജീവിതം സെന്ററിലേക്കാണ്, താഴേക്കല്ല, ഉദരത്തിലേക്കല്ല. നമ്മളിപ്പോ താഴേക്കാണ് ജീവിക്കുന്നത്. ഭക്ഷണം കണ്ട എല്ലാവരും ഓടും. ഇപ്പോ അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ ഓടും. അവിടെ തിരക്കാണ്, ഭക്ഷണശാലകൾ തിരക്കാണ്. കല്യാണത്തിന് പോകുന്നത് ഭക്ഷണം കഴിക്കാനാണ്. എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടിയാൽ ചെലവ് കഴിക്കുക, എന്നിട്ട് ഭക്ഷണം കഴിക്കുക, കേക്ക് മുറിക്കുക, തിന്നുക. ഇതാണ് ഇപ്പോഴത്തെ ഒരു ഫിലോസഫി. ചെലവ് ചെയ്യണം, അല്ലെങ്കിൽ മദ്യപിക്കുക, അതൊരു ചെലവാണ്. അതും വൈറ്റിക്ക് തന്നെ പോകുന്നത്. അത് മാറിയിട്ട് എന്നാണ് നമ്മൾക്ക് വിജയം കിട്ടി, ഇനി നമുക്ക് കുറച്ചേരം സന്തോഷത്തോടെ മെഡിറ്റേറ്റ് ചെയ്യാം, നന്ദി പ്രകടിപ്പിക്കാം, അങ്ങനെ ഒരു സമയം വരുമോ? ഭക്ഷണം കഴിക്കണം, തീർച്ചയായിട്ടും പ്രസാദം പോലെ സ്നേഹത്തോടെ ഭക്ഷണം കഴിക്കണം. പക്ഷെ ആദ്യം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കണ്ടേ? അങ്ങനെ ഒരു സമയം വരുമോ? ചെലവ് ചെയ്യേണ്ടത് അദ്ദേഹത്തോട് കണക്ട് ചെയ്തുകൊണ്ടാണ്. അദ്ദേഹമാണ് നൽകിയത്. എന്ത് അനുഗ്രഹമായാലും ഇപ്പൊ നമുക്ക് മോശമാണ് തോന്നുകയാണെങ്കിലും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. ഈ തരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നാണ് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത്. ഹാർട്ട് സെന്റേർഡ് അപ്രോച്ച്. അങ്ങനെയാകുമ്പോൾ നമ്മൾ നിഗ്രഹിക്കാൻ പറ്റില്ല. രാവണന്റെ വയറിലുള്ള അമൃതകുംഭം നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ രാവണന് മോക്ഷം കിട്ടിയില്ല, ഈഗോ നശിച്ചു. നമ്മുടെ ഈ അമൃതകുംഭം എപ്പോഴാണ് നമുക്ക് അതിലേക്കുള്ള കണക്ഷൻ എപ്പോഴാണ് എടുത്തു കളയാൻ പറ്റുക? ശരീരത്തിലേക്കുള്ള കണക്ഷൻ എപ്പോഴാണ് എടുത്തു കളയാൻ പറ്റുക? അന്നമയ കോശത്തിലേക്ക് കണക്ഷൻ എപ്പോഴാണ് എടുത്തു കളയാൻ പറ്റുക? ഈ അന്നമയ കോശത്തെ നയിക്കുന്ന യഥാർത്ഥത്തിലുള്ള സ്രോതസ്സിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഇത് ഡിവൈൻ വേൾഡായി. മരണം എന്നുള്ളത് ഒരു ചേഞ്ച് മാത്രം. ഹൈലി ഇവോൾവ് ബീയിങ്സ്, കോൺവെർസേഷൻ വിത്ത് ഗോഡ് എന്നുള്ള പുസ്തകത്തിൽ ഹൈലി ഇവോൾവ് ബീയിങ്സിനെ പറ്റി പറയുന്നത് അവർക്ക് യാത്ര ചെയ്യാൻ വെഹിക്കിൾസ് ആവശ്യമില്ല. അവർക്ക് എവിടെയും പോകണമെന്നില്ല, ഇവിടെ ഡിസോൾവ് ചെയ്യുന്നു, അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ജീസസ് ക്രൈസ്റ്റ്, സ്വാമി യുക്തേശ്വരൻ, ചാരിജി മഹാരാജ്, ലാലാജി മഹാരാജ്, ബാബുജി മഹാരാജ്, ഇതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്താണ്. അവരെപ്പോഴും പ്രത്യക്ഷപ്പെടും. നമ്മൾ അത്രയും ക്രേവിങ്ങിലുള്ളപ്പോൾ ഒരു ശരീരം ആയിട്ട് വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ലെങ്കിൽ വേറെ ശരീരമായിട്ട് നമ്മുടെ മുന്നിൽ ഹെൽപ്പ് ചെയ്യും. എത്രയോ പ്രാവശ്യം മാസ്റ്റേഴ്സ് പല രൂപത്തിൽ നമ്മളൊന്ന് സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു തലത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത് എപ്പോ? ഈ ബോഡിയിലെ ഡിപ്പെൻഡൻസ് മാറിയിട്ട് ഈശ്വരിലേക്കുള്ള, മാസ്റ്ററിലേക്കുള്ള ഡിപ്പെൻഡൻസ് വരുന്ന ഒരു കാലം. അതാണ് യഥാർത്ഥത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് എഡ്യൂക്കേഷൻ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല,
പേരും പ്രശസ്തിയും എന്തുണ്ടാവുന്ന അവസാനം ഭക്ഷണത്തിലാണ് അവസാനിക്കുന്നത്, അന്നമയ കോശത്തിലാണ് അവസാനിക്കുന്നത്. അത് മാറിയിട്ട് ശരിക്കുള്ള ജ്ഞാനികളാവുന്ന തലത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ ലോകത്തിൽ വരണം. അങ്ങനെയാകുമ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവും. എല്ലാ പ്രശ്നങ്ങളും വെറും തോന്നലുകൾ മാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.